ദേവിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രചാരമുള്ള ഐതിഹ്യം മഹിഷാസുരനെ വധിച്ചതാണ്. സ്രഷ്ടാവായ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി കഠിനമായ തപസ്സു ചെയ്ത ഒരു അർദ്ധപോത്ത് രാക്ഷസനായിരുന്നു മഹിഷാസുരൻ. വർഷങ്ങൾക്കു ശേഷം അവന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അസുരൻ കണ്ണുകൾ തുറന്ന് ദൈവത്തോട് അമർത്തി ചോദിച്ചു. എല്ലാവരും ഒരു ദിവസം മരിക്കണമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് വിസമ്മതിച്ചു. തുടർന്ന് മഹിഷാസുരൻ കുറച്ചുനേരം ചിന്തിച്ച് ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ കൊല്ലാൻ കഴിയൂ എന്ന വരം ചോദിച്ചു. ബ്രഹ്മാവ് വരം നൽകി അപ്രത്യക്ഷനായി. മഹിഷാസുരൻ നിരപരാധികളെ പീഡിപ്പിക്കാൻ തുടങ്ങി. സ്ത്രീകൾ ശക്തിയില്ലാത്തവരും ദുർബലരുമാണെന്ന് കരുതിയതിനാൽ ഒരു തരത്തിലുള്ള ഭയവും ഉണ്ടായിരുന്നില്ല. ദേവന്മാർ ആശങ്കാകുലരായി. അവർ ത്രിമൂർത്തിയുടെ അടുത്തേക്ക് പോയി. ത്രിമൂർത്തികൾ അവരുടെ ശക്തി സംയോജിപ്പിച്ച് അവരുടെ ദിവ്യശക്തിയുടെ ആകത്തുകയ്ക്ക് ഒരു ഭൗതിക രൂപം നൽകി. നിരവധി കൈകളുള്ള ഒരു യോദ്ധാവ് സ്ത്രീയായ ആദിശക്തി. ഹിമാലയത്തിന്റെ ആരൂപമായ ഹിമവാൻ അവളുടെ വാഹനമായി ഒരു സിംഹത്തെ സമ്മാനിച്ചു. ദുർഗ തന്റെ സിംഹത്തിന്റെ പുറത്ത് കയറി മഹിഷാസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ അസുരൻ വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിച്ച് ദേവിയെ ആക്രമിച്ചു. ഓരോ തവണയും ദുർഗ അവന്റെ രൂപങ്ങൾ നശിപ്പിക്കും. ഒടുവിൽ ഒരു എരുമ രാക്ഷസനായി രൂപാന്തരപ്പെടുമ്പോൾ ദുർഗ തന്റെ ത്രിശൂലം ഉപയോഗിച്ച് മഹിഷാസുരനെ വധിച്ചു.